സുവിശേഷ ഗീതികൾ പാടാൻ, യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയെ വളരെയേറെ സീരിയസ് ആയിട്ട് ഈ കാലഘട്ടത്തിലും കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ചിന്തയാണ്. ക്രിസ്ത്യാനിറ്റിയെ ഒരു മതമായിട്ടോ ക്രിസ്ത്യാനിറ്റിയെ ഒരു നല്ല തത്വസംഹിതയായിട്ടോ ഒരു നല്ല ആശയമായിട്ടോ മാത്രം കണ്ട് സോഷ്യൽ ലൈഫ്, സെക്യുലർ ലൈഫ് ചെയ്യുന്നവർക്ക് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യണമേ എന്നുള്ള ഒരു ജാമ്യം ആദ്യമേ എടുത്തിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാട്ടിലുള്ള ഒരു കൂട്ടുകാരനെ UK-യിലുള്ള മറ്റൊരു സുഹൃത്ത് വിളിച്ചിട്ട് അവൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതാണ് രംഗം. UK-യിലുള്ള കൂട്ടുകാരൻ നാട്ടിലുള്ള കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് നല്ല ജോലിയായി, ഞങ്ങളിപ്പോൾ UK-യിൽ വെൽ സെറ്റിൽഡ് ആണ്, എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, കുഞ്ഞുങ്ങളുടെ വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ധാരാളം വിവാഹാലോചനകൾ വരുന്നുണ്ട്, പക്ഷേ ആൺമക്കൾ രണ്ടുപേരും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവരെ സൂക്ഷിച്ച് വീക്ഷിക്കാനായിട്ട് തുടങ്ങി. ഇവർക്ക് വല്ലോ സ്നേഹബന്ധമോ പ്രേമബന്ധമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അവരോട് പറഞ്ഞു, നമ്മുടെ കാസ്റ്റിലോ നമ്മുടെ റിലീജിയനിലോ അല്ലാത്ത ഒരു കുട്ടിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിലും മാതാപിതാക്കളായ ഞങ്ങൾക്കതിൽ വിഷയമല്ല, അവർ നല്ല ബന്ധമാണെങ്കിൽ നമ്മൾക്കത് നടത്തി എടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്നിട്ടും അവരതിനെ മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ സൂക്ഷിച്ച് വീക്ഷിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും മാതാപിതാക്കൾ അറിയാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളിലേക്ക് അവർ ചെന്ന് പെടുകയാണ് ചെയ്തത്. അതിൽ നിന്ന് UK-യിലുള്ള കൂട്ടുകാരൻ നാട്ടിലുള്ള കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ വിവാഹം ചെയ്തുകൊണ്ട് വരുന്നത് അന്യ നാട്ടുകാരനായിട്ടുള്ള നീഗ്രോയോ ജപ്പാനോ ചൈനയോ ഇന്ത്യയോ പാകിസ്ഥാനിയോ നേപ്പാളിയോ ഫിലിപ്പീൻസോ എവിടെയുള്ളതാണെങ്കിലും കുഴപ്പമില്ല, അവരേത് റിലീജിയൻ ആണെങ്കിലും കുഴപ്പമില്ല, ഏത് കാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അവരൊരു എൻ്റെ ആൺമക്കൾ വിവാഹം ചെയ്ത് വീട്ടിൽ എനിക്ക് മരുമക്കളായിട്ട് കൊണ്ടുവരുന്നത് ഒരു 2 പെമ്പിള്ളാരെ ആണെങ്കിൽ 2 ആമ്പിള്ളാരും ഞങ്ങളുടെ മരുമക്കളായിട്ട് കൊണ്ടുവരുന്നത് 2 പെമ്പിള്ളാരെ മാത്രം ആയിരിക്കണേ എന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മളും റിലേറ്റ് ചെയ്യുകയാണല്ലേ. നമ്മൾ ബിഗ് ബോസും അതും ഇതുമൊക്കെ കണ്ട് ഇന്ന് നമ്മൾ അതിനെ അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്യുന്നവരും എതിർക്കുന്നവരും ഒക്കെയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംസാരം, ഇങ്ങനെയൊരു സാഹചര്യം വരുന്ന ഭാവി അതിവിദൂരമൊന്നുമല്ല. നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സംഭവം പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയിൽ പള്ളിയിൽ സൺഡേ സ്കൂളിലൊക്കെ വളരെയേറെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയും ചെയ്യുന്ന ചില കുട്ടികൾ, അവർ പാട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയ ടീച്ചർ അവരെ ഒരു വിജാതീയ ദേവാലയത്തിൻ്റെ കീർത്തനം ആലപിക്കുവാനായിട്ട് ഉത്സവ പറമ്പിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കീർത്തനം ആലപിക്കുന്നത് തെറ്റല്ലേ എന്ന് വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി ചോദിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത്, അതൊരു പാട്ടല്ലേ, അത് നമ്മൾ ആരാധിക്കുന്നൊന്നും ഇല്ലല്ലോ, അതിലെന്താ തെറ്റ് എന്നുള്ളത്. ഈ 2 ചിന്തകളും കൂടെ ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സിനിമാ പാട്ട് പാടുന്നതോ കവിതകൾ ചൊല്ലുന്നതോ തെറ്റാണോ എന്ന ഒരു ക്രിസ്ത്യാനിയുടെ ചോദ്യത്തിന് നമ്മൾ എന്ത് പറയാനാ? ഞാനാണെങ്കിൽ ചോദിക്കും, അതിലെന്താ തെറ്റ്? ഇങ്ങനെ അതൊന്നും തെറ്റൊന്നും അല്ലല്ലോ എന്ന് പറയാനായിട്ടാണ് എനിക്കും ഇഷ്ടം. പാട്ടുകൾ പലതരം ഉണ്ടല്ലേ, വിവേചിക്കാനായിട്ട് വചനം പറയുന്നു. അത് ചെയ്തിട്ട് തീരുമാനിച്ചാൽ എല്ലാം ഓക്കെ ആകുന്നേ. ഉദാഹരണത്തിന് സിനിമാ പാട്ടിൽ തന്നെ പ്രണയഗാനങ്ങളുണ്ട്, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഗാനങ്ങളുണ്ട്, ദേശഭക്തിയെ കുറിച്ച് പറയുന്ന ഗാനങ്ങളുണ്ട്, സൗഹൃദത്തെക്കുറിച്ച് പറയുന്നതുണ്ട്, ഉല്ലാസയാത്ര, ഇവയെല്ലാം കൂടി നല്ല രീതിയിലുള്ള ഒത്തിരി സിനിമാ പാട്ടുകൾ നമുക്ക് നമ്മുടെ മലയാള സിനിമ സംഭാവന ചെയ്തിട്ടുണ്ട്. അത് പാടുന്നതിൽ എന്താ തെറ്റ്? ക്രിസ്ത്യാനിക്കും അത് പാടാം, ഏത് മതക്കാരനും അത് പാടാം, അതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷെ നല്ലതും ചീത്തയും വിവേചിക്കാനായിട്ടുള്ള കഴിവുണ്ടാകണം എന്ന് മാത്രം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ചില സിനിമാ പാട്ടുകളിൽ തെറ്റായ സന്ദേശം നൽകുന്നത്, നമ്മുടെ യുവാക്കളെ തെറ്റിലേക്ക് നയിക്കുന്ന സിനിമാ പാട്ടുകളുണ്ട്. ഡാഡി മമ്മിൽ വീട്ടിലില്ല, താടാ പോടാ ആരുമില്ല, അല്ലേ, പേരൻസ് ഒന്നും വീട്ടിലില്ല, തടയാനായിട്ട് ഇവിടെ ആരുമില്ല, നിയമം വേണ്ട, തോൽവിയില്ല, ജയമില്ല,
നിയന്ത്രിക്കാൻ ആരുമില്ല, മൈതാനം വേണ്ട, അമ്പയറും വേണ്ട, ആരും തോൽക്കാത്ത ഒരു കളി മാത്രം. വീട്ടിൽ പാരൻസ് ഇല്ലാത്തപ്പോഴത്തേക്കും കൂട്ടുകാരെ ഇത്തരം കളികൾക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുന്ന ഒരു പാട്ട്. ഒരു ക്രിസ്ത്യാനി മാത്രമല്ല, ദൈവവിശ്വാസവും ഉള്ള ഏത് കുടുംബത്തിലെയും അപ്പനും അമ്മയും തങ്ങളുടെ മക്കളെ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാട്ട്. ലിവിങ് ടുഗദറിനെ കുറിച്ച് ഇപ്പോഴത്തെ ന്യൂജൻ പാടുന്നുണ്ടല്ലേ. പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല, കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട, ഒന്നിച്ചുറങ്ങി മടുക്കുമ്പോൾ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. നല്ല സന്ദേശം അല്ലേ? ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഏത് മതവിശ്വാസികളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ സന്ദേശം. ഇത്തരം പാട്ടുകളിലൂടെ സാത്താൻ അവൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്നവരും പ്രമോട്ട് ചെയ്യുന്നത് ദൈവിക സംവിധാനങ്ങളെ, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ച് അരാജകത്വത്തിൻ്റെ വിത്തുപാവുക, ചിന്തയിൽ, യുവ മനസ്സുകളിൽ ഈ ചിന്ത ഇട്ടുകൊടുക്കുക, പാപത്തെ നിസ്സാരവൽക്കരിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ സ്വാധീനമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ലിവിങ് ടുഗദർ, പബ്ബ്, നൈറ്റ് റൈഡ് എല്ലാമായിട്ട് ഇന്നത്തെ നമ്മുടെ ആ തനതായ കേരള സംസ്കാരത്തെ പോലും വല്ലാതെ രീതിയിൽ നമ്മൾ മാറിപ്പോയല്ലേ. പണ്ടും ഈ ലിവിങ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഇങ്ങനെ ലിവിങ് ടുഗദർ എന്ന് പറയുന്നില്ല. പണ്ട് മലയാളത്തിൽ അതിന് പറയുന്നത് വേറൊരു വാക്കാണ്, വെച്ചോണ്ടിരിക്കുക എന്ന് പറയും. ഇന്ന് അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടൊരു പേരൊക്കെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം അത് തന്നെ. ഇതൊക്കെ തെറ്റല്ലേ എന്ന് ന്യൂജനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടനെ പറയും തന്ത വൈബ്, നിങ്ങളുടെ ചിന്തയാണ് കുഴപ്പം, ഒന്നിച്ച് താമസിക്കുന്നതിൽ എന്താ തെറ്റ്, ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇന്ന് പല തന്ത വൈബ് അച്ചായന്മാരും അമ്മച്ചിമാരും പിന്തിരിയുന്ന രംഗങ്ങളാണ് കാണുന്നത്. ദൈവം വെളിച്ചം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. സിനിമാ പാട്ട് എന്നല്ല, ഏത് പാട്ട് പാടിയാലും ഒന്ന് ചിന്തിക്കാം. ഈ പാട്ടിലൂടെ ക്രിസ്ത്യാനിയായിട്ടുള്ള, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, സത്യവിശ്വാസത്തിൻ്റെ വാഹകരായിട്ടുള്ള നമുക്ക് ക്രിസ്തീയ സാക്ഷ്യത്തിന് ദോഷം വരുത്തുന്നുണ്ടോ അഥവാ എതിരാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. സെക്യുലാർ വേൾഡിൽ നല്ല പാട്ടുകൾ ധാരാളമുണ്ട് എന്നതും മറക്കണ്ട. നല്ല ശ്രുതിമധുരമായ പ്രണയഗാനങ്ങൾ, നല്ല ആഘോഷങ്ങളുടെ പാട്ടുകൾ, ദേശസ്നേഹത്തിൻ്റെ, ഒരുമയുടെ സന്ദേശം, പ്രകൃതി സ്നേഹം, സൗഹൃദങ്ങൾ, നല്ല മൂല്യങ്ങൾ, നന്മയുടെ സന്ദേശമൊക്കെയുള്ള ഒരുപാട് നാടൻ പാട്ടുകളും അല്ലാതെയുള്ള സിനിമാ പാട്ടുകളും കവിതകളും ഒക്കെ നമുക്ക് പാടുന്നതിൻ്റെ തെറ്റില്ല. പക്ഷേ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ ഏക ദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. മറ്റു വിശ്വാസങ്ങളിലെ കീർത്തനങ്ങൾ പാടുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് വിപരീത സാക്ഷ്യം നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വചനത്തിൽ പറയാണ്, നിങ്ങളുടെ ശരീരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം ദൈവ ആലയമാണ്. ദൈവ ആലയത്തിൽ ഉയരേണ്ടത് നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ മാത്രമായിരിക്കണം എന്നതാണ് സത്യം. ഇനി ഇങ്ങനെ ചോദിക്കുന്നവരോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു പാട്ടല്ലേ, അതിനൊക്കെ ഇത്ര കാര്യം കൊടുക്കണം, ഇത്രയും എക്സ്ട്രീമായിട്ട് ചിന്തിക്കണോ എന്ന് ചോദിക്കുന്നവർക്കാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ട വചനത്തിൻ്റെ പ്രാധാന്യം. ആദ്യം അത് നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നാവ് കൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവനകത്ത് കയറിപ്പറ്റും. അവനൊരു എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, സാത്താൻ നമ്മുടെ കുടുംബത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി പാസ് അവിടെ ഒപ്പിക്കും. പിന്നെ അതിനെ കുടുംബത്തിൽ ന്യായീകരിക്കും. ന്യായീകരിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കലാപരിപാടികൾ, പാട്ടുകൾ, മോശം സ്വഭാവത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമാ പാട്ടുകളോ കലകളോ, ധാർമ്മിക തെറ്റുകളെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കലകളോ പാട്ടുകളോ എന്തു തന്നെ ആയാലും ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ തെറ്റായി ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രൊമോട്ടേഴ്സും ആത്മീയവും ലൗകികവുമായ അധപ്പതനത്തിന് സമൂഹത്തിൻ്റെ കെട്ടുപണിക്കാരാകുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കാം. കുറച്ച് ദൈവ വചനം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം.
പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തെ മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിക്കുന്നതിൻ്റെ ചരിത്രമാണ്, ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. പുതിയ നിയമത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഇടുങ്ങിയ വാതിലിലൂടെ നടക്കേണ്ടത് എങ്ങനെയെന്നുള്ള അഭ്യാസം അല്ലെങ്കിൽ അതിനുള്ള ചരിത്രമാണ്, അതിനുള്ള കാഴ്ചപ്പാടുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈവൻ ഇഫ് ഭൂരിപക്ഷം മറ്റൊരു വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ചെറിയ അജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, രാജ്യം തരാൻ ദൈവം മനസ്സായിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഭൂരിപക്ഷത്തോട് ചേർന്ന് നിങ്ങൾ തിന്മ ചെയ്യരുത്. നിയമാവർത്തനം 7-6 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്, കാരണം ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചു വെച്ചിരിക്കുക. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കാണാതെ പഠിപ്പിക്കുന്ന 1-2 വാക്യങ്ങൾ എന്താ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്, പാപികളുടെ വഴിയിൽ നടക്കരുത്, പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കരുത്. പിന്നെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നിയമം രാവും പകലും ധ്യാനിച്ച് അതിൽ സന്തോഷിക്കുന്നവന് ഉള്ളതാണ് താഴേക്ക് പറയുന്ന അനുഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 15-19 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല, ലോകത്തിൽ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ലോകം നിങ്ങളെ അംഗീകരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകത്തിൻ്റെതാകുന്നത് കൊണ്ടാണ് അവർ ആ ലോകത്തെ നിങ്ങളെ സ്നേഹിക്കുന്നത്. റോമാലേഖനം 12-2 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, കാരണം 12-1 കേട്ടോ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അത് സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഈ സന്ദേശം. 2 കൊറിന്തോസ് 6-ാം അധ്യായത്തിന്റെ 14-17 നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വരരുതെന്നല്ല, കൂട്ടായ്മ ഉണ്ടാകരുത്. അവരുടെ ആരാധനയിലോ ആചാരങ്ങളിലോ കായിക കാര്യങ്ങളിലോ ഒന്നും നിങ്ങൾ പങ്കെടുക്കരുതെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളിൽ വസിക്കുന്നത് പ്രകാശത്തിന്റെ ആത്മാവാണ്. ക്രിസ്തുവിന് അന്ധകാരവുമായിട്ട് എന്താണ് ബന്ധം? പ്രകാശത്തിന് അന്ധകാരവുമായിട്ട് എന്ത് കൂട്ടുകെട്ടാണുള്ളത്, അല്ലെങ്കിൽ കൂട്ടായ്മയാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി പൊതുവെ ഉള്ളത് എന്താണ്? ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആലയം, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് അന്യ ദൈവ ആരാധനയിലേക്ക് പോകുമ്പോഴത്തേക്കും വിശ്വാസിക്ക് വിഗ്രഹവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, എന്ത് പൊരുത്തമാണുള്ളത്? അതുകൊണ്ട് പറയാണ്, ആകയാൽ അവരിൽ നിന്ന് ഇറങ്ങി വരികയും വേർപിരിയുകയും ചെയ്യുവിൻ. അശുദ്ധമായതൊന്നും നിങ്ങളെ തൊടരുത്. അതിനുശേഷം കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. അപ്പം ദൈവം സ്വീകരിക്കണമെങ്കിൽ ചില പ്രമാണങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവന് നമ്മുടെ ഫാമിലിയിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് തിരിച്ചറിയുക. 2 കൊറിന്തോസ് 6-18 പറയുന്നു, ഇത്രയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. എഫേസൂസ് ലേഖനം 5-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ അന്ധകാരത്തിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത്, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് തിരിച്ചറിയുവിൻ. എന്ത് പാട്ടാണ് നമ്മൾ പാടേണ്ടതെന്നും വചനത്തിലുണ്ട് കേട്ടോ. കീർത്തനം, മറ്റു ദേവന്മാരുടെ കീർത്തനമാണോ നമ്മൾ പാടേണ്ടത്? എഫേസൂസ് ലേഖനം 5-19 പറയുന്നു, സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. വിജാതീയ മൂർത്തികളെ പ്രകീർത്തിക്കാനുള്ളതല്ല, കാരണം നീ ദൈവത്തിൻ്റെ ആലയമാണ് എന്നതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വിളിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ മക്കളാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരുമാണ്. ദൈവ മക്കളുടെ പദവി മാത്രമല്ല, ദൈവം വസിക്കുന്ന ആലയമായിട്ടുള്ള ദൈവ ആലയത്തിൽ നിന്ന് ഉയരേണ്ടത് ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്തുതികളാണ്. 1 പത്രോസ് 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്, അവരുടെ പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുകാരാകുന്നത് കൊണ്ട് അവർ
പങ്കുകാരാകാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്തേക്കാം. എന്താ ഇവരൊക്കെ എക്സ്ട്രീംസ് ആണ് അന്നെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവന്റെ മുൻപിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ കണക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വായിച്ചാൽ മതി. സകലത്തിൻ്റെയും 7-ാം വാക്യത്തിൽ പറയുന്നു, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ബോധപൂർവം നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ നാവിൻ്റെ ഉപയോഗം വഴി, നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം വഴി പാപത്തെ നിസ്സാരവൽക്കരിച്ച് നമ്മൾ അവനെ ഉള്ളിൽ കയറ്റും. പിന്നീട് പല പല വിപത്തുകളിലേക്കും നമ്മുടെ തലമുറ പോകുന്നത് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലെസ്ബിയനായിട്ടും ഗേ ആയിട്ടും അന്യ മത വിവാഹങ്ങളായിട്ടും വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകുന്ന നൈറ്റ് റൈഡേഴ്സ് ആയിട്ടും ഒക്കെ കുഞ്ഞുങ്ങൾ മാറുമ്പോഴത്തേക്കും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതൊക്കെ എവിടെ നിന്നാണ്, ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? നിസ്സാരവൽക്കരിച്ച് മദ്യം കുഴപ്പമില്ല എന്ന് ആദ്യം പറയിപ്പിക്കുവാൻ, പിന്നീട് അവനെ കൊണ്ട് തന്നെ മദ്യത്തിൻ്റെ അടിമയാക്കാനായിട്ടോ അവൻ്റെ തലമുറയെ വരെ അതിനെ അഡിക്റ്റ് ആക്കാനായിട്ടോ സാത്താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നതാകട്ടെ ഇന്നത്തെ ചിന്ത. കർത്താവിനോട് കൂടെ നടക്കാം. ക്രിസ്ത്യാനിറ്റിയെ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ലൊരു ക്രിസ്തീയ ജീവിതം, സാക്ഷ്യമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അവൻ്റെ മക്കളെ സഹായിക്കട്ടെ. ആമേൻ. വചനം പരത്തുവാനായി നാഥന്റെ ദൗത്യവുമായി, വചനം പരത്തുവാനായി നാഥന്റെ ദൗത്യവുമായി ലോകസീമ